ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഉപകാരമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോയിൽ പറയുന്നത് ഇതാണ്: നമ്മുടെ വീട്ടിലുള്ള ജെൻസിൻ്റെ ഷർട്ടൊക്കെ ഒന്ന് ലെങ്ത്ത് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ആ ഷർട്ടിൻ്റെ താഴെ ഇതുപോലെ ഷേപ്പാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അത് ലെങ്ത്ത് കുറയ്ക്കുക, കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് കാണിക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഷർട്ട് എടുത്ത് ഇതുപോലെ മടക്കിയിട്ടിട്ടുണ്ട്. എത്രയാണ് നമുക്ക് ലെങ്ത്ത് കുറയ്ക്കേണ്ടത് അത്ര നിങ്ങൾ ടാപ്പ് എടുത്ത് അളന്നെടുക്കുക. എന്നിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യുക. എനിക്കിവിടെ ഒരു 2 ഇഞ്ചാണ് കട്ട് ചെയ്ത് അടിക്കേണ്ടത്. അപ്പോൾ അതുപോലെ ഞാൻ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ വരച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കസ്റ്റമർക്ക് ബാക്കിൽ ഒരുപാട് ഷേപ്പ് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് ഞാനൊന്ന് ഷേപ്പ് എടുക്കുന്നുള്ളൂ, ബാക്കും മാത്രം. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ മടിച്ചോ മാറി നിൽക്കേണ്ട. വീട്ടിലുള്ള എല്ലാ അമ്മമാർക്കും, നമുക്ക് വീട്ടിൽ മെഷീൻ ഉണ്ടാവും, ഇതുപോലെ ചെയ്യാൻ പറ്റില്ല എന്നൊന്നും വിചാരിച്ചിരിക്കേണ്ട. എല്ലാവർക്കും പറ്റുന്നൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തിട്ട് ഇനി നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകണം. കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഇതുപോലെ ഷേപ്പൊക്കെ വരച്ചെടുക്കണം. അപ്പോൾ ഞാനിതിൽ ബാക്കിൽ കുറച്ച് ഷേപ്പ് കുറച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഫസ്റ്റ് നമ്മൾ ഷർട്ട് ഒന്നാക്കി മടക്കിയിട്ട് അടിക്കാൻ പോകണം. ഒരു മടക്കാണ് ഇവിടെ ഞാനിപ്പോൾ മടക്കുന്നുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരേ തയ്യൽ തുമ്പിൽ, അതായത് 4 ഇഞ്ചും വേണ്ട, അതിലും കുറവായിട്ട്. ഞാൻ ഫസ്റ്റ് റൗണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇത് സെക്കൻഡ് റൗണ്ടാണ് സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഒരേ തയ്യൽ തുമ്പിലായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ അടിവശവും നല്ല വശവും അത് നോക്കി ചെയ്യാൻ എല്ലാവർക്കും അറിയുമല്ലോ അല്ലേ. അപ്പോൾ അതേപോലെ അടിവശത്തോട്ട് മടക്കിയിട്ട് ഇതുപോലെ ഒരേ അളവിൽ തയ്യൽ തുമ്പെടുത്തിട്ട് ഒരേ അളവിൽ ഇതുപോലെ പതുക്കെ ഷേപ്പിലാക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് അയൺ ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ആരും മടിച്ചും മാറിയൊന്നും നിൽക്കേണ്ട, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഫസ്റ്റ് ഒരു ഫോൾഡാക്കി സ്റ്റിച്ച് ചെയ്യുക, പിന്നെ വീണ്ടും ഒന്നുകൂടെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലെയാണ് ഷർട്ടിൻ്റെ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.